ഇത്രയും ഒരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ നൂറ്റാണ്ട് കഴിഞ്ഞ് കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ടൊരു തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ഒരു കള്ളക്കേസ്. അത് ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ച് കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ്, അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അതുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായുമില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിലിൽ തീരേണ്ട കേസ്. ഒരു കാരണവുമില്ല. വിചാരണ വൈകാൻ കാരണം അവർ ഞങ്ങളെവിടെ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടോ? ഒരിടത്തും സ്റ്റേ ഇല്ലല്ലോ. പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ഒരിടത്തും സ്റ്റേ വാങ്ങിച്ചിട്ടില്ല. ആകെയുള്ള സുപ്രീം കോടതി മാത്രം 7 മാസം ഡോക്യുമെൻ്റ് കിട്ടാൻ വേണ്ടി. അത് പ്രോസിക്യൂഷൻ അന്യായമായി പെരുമാറിയതിനെതിരെ പോയതാണ്. ട്രയലിന് മുമ്പ് ശേഷം സുപ്രീം കോടതിയിൽ പോയത് പ്രോസിക്യൂഷൻ മാത്രമാണ്. ജഡ്ജി വക്കീലന്മാരെ ഇതിപ്പോൾ ഒരു പ്രതിയെ വേട്ടയാടി. ദിലീപിന്റെ വീട്ടുകാരെ, അവരുടെ സുഹൃത്തുക്കളെ, ഇവരെ എല്ലാം മോശക്കാരായി കഴിഞ്ഞിട്ടാണ് ഈ പോലീസിലെ ക്രിമിനൽ സംഘം അഭിഭാഷകരെ, കേസ് നടത്തിയ ജഡ്ജിമാരെ, ഇവരെ എല്ലാവരെയും അധിക്ഷേപിച്ചത്. ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ് ഈ കേസിൽ പിന്നീട് നിർണായകമായി വന്നൊരു കാര്യം. അത് ബാലചന്ദ്രകുമാറിനെ പോലീസ് ഇറക്കിയതാണ് എന്ന് തോന്നുന്നു. അതൊരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ്. അത് അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ ബൈജു പോലീസ് അന്വേഷണ ദിവസം മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളുവാന്നുള്ളത്. അത് പ്ലാൻഡ് ആയിരുന്നു. 100% പ്ലാൻഡ് ആയിരുന്നു. അതിന്റെ എവിഡൻസ് കോടതിയിലും ഉണ്ട്. അത് ഞാൻ പറയുന്നത്